ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ ഗിന്നി വെഡ്സ് സണ്ണി എന്ന ബോളിവുഡ് സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിൽ കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഋഷികേശ് എന്ന സ്ഥലത്ത് ഒരു റെസ്ലിംഗ് മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മാച്ചിൽ ബദ്രി എന്നൊരാൾ പങ്കെടുക്കുന്നുണ്ട്. അതിനാൽ മത്സരത്തിൽ പങ്കെടുക്കുന്നവരെയൊക്കെ അയാൾ അടിച്ച് നിലംപരിശാക്കുകയാണ്. ആർക്കും ബദ്രിയെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ മത്സരിക്കാൻ റിങ്ങിലേക്ക് വാ എന്നവർ മൈക്കിൽ അനൗൺസ് ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷെ ആരും മുന്നേറ്റേക്ക് വരുന്നില്ല. സോഷ്യൽ മീഡിയയിൽ മാത്രം താനാണ് കേമൻ, നിങ്ങളൊക്കെ വെറും വേസ്റ്റ് ആണെന്ന് പറയുന്നല്ലാതെ റിങ്ങിൽ വന്ന് ഫൈറ്റ് ചെയ്യാൻ ആരും വരുന്നില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞ് ഒരാൾ കൈപ്പൊക്കുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയാണ്. ഹീറോയുടെ പേര് സണ്ണി എന്നാണ്. അവൻ റിങ്ങിലേക്ക് ഇറങ്ങാണ്. ഗുസ്തിക്കാരൻ ബദ്രിയും നമ്മുടെ ഹീറോയും തമ്മിൽ ഭയങ്കര ഫൈറ്റ് തുടങ്ങുന്നു. ആ ഫൈറ്റിൽ ഗുസ്തിക്കാരൻ ബദ്രിയെ ഇടിച്ചു വീഴ്ത്തി നമ്മുടെ ഹീറോ വിജയിക്കുന്നു. ഫൈറ്റ് ചെയ്തതുകൊണ്ട് ദേഹം ആകെ മണ്ണാണ്. അവൻ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്നും വന്നിട്ട് നിങ്ങൾക്ക് 1000 രൂപ പ്രൈസ് മണി ലഭിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഞാൻ ഈ പ്രൈസ് മണിക്ക് വേണ്ടിയല്ല ഫൈറ്റ് ചെയ്ത് ജയിച്ചത്. ഈ നാടിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളത്തിലിറങ്ങിയതും ഫൈറ്റ് ചെയ്ത് ജയിച്ചതും. ആ പ്രൈസ് മണി ആ ബദ്രിക്ക് തന്നെ കൊടുത്തേക്ക് എന്ന് സണ്ണി പറയുന്നു. കമ്മിറ്റിക്കാരും അത് ശരിയെന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ പുറപ്പെടുമ്പോൾ ബൈക്കിന്റെ ടയറിൽ കാറ്റ് കുറവാണെന്നത് കണ്ട് ബൈക്ക് വീട്ടിൽ തന്നെ വെച്ചിട്ട് അയാൾ ബസ്സിൽ കയറാണ്. ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു പയ്യന്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് അടിച്ചു മാറ്റാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. അവർ വിചാരിച്ചതുപോലെ തന്നെ പേഴ്സിന്റെ മേൽ കൃത്യമായി കൈവയ്ക്കുമ്പോൾ ഹീറോ അവരുടെ കൈ പിടിക്കുന്നു. മോഷ്ടിക്കാൻ നോക്കുകയാണോ എന്ന് ചോദിച്ച് അവളെ തടയാനായി കൈ പിടിച്ചപ്പോൾ താൻ കൈയോടെ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ആ പെണ്ണ് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് കരുതി വിക്ടിം കാർഡ് ഇറക്കുകയാണ്. ഇതേ നോക്കി ഇവൻ ബസ്സിൽ വരുന്ന പെൺകുട്ടികളോടൊക്കെ അതിക്രമം കാണിക്കുകയാണ്. കൈ പിടിച്ച് വലിക്കുന്നു എന്നൊക്കെ അവള് പറയാണ്. ഞാൻ കൈ പിടിച്ച് വലിച്ചിട്ടൊന്നുമല്ല, നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുക്കാൻ നോക്കിയതുകൊണ്ടാണ് കൈയോടെ പിടിച്ചത് എന്നവൻ പറഞ്ഞിട്ടും ബസ്സിലുള്ള എല്ലാവരും ആ പെണ്ണ് പറയുന്നതാണ് വിശ്വസിക്കുന്നത്. ഹീറോ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല. ഞാനൊരു സ്പോർട്സ്മാൻ ആണ്, എനിക്ക് അച്ചടക്കമുണ്ട്, ഞാനൊന്നും ഇതുപോലെ ചെയ്യില്ല എന്നൊക്കെ ഹീറോ പറഞ്ഞിട്ടും ആ പെണ്ണ് പറയുന്നത് കേട്ട് ബസ്സിലുള്ള എല്ലാവരും കൂടി ഹീറോയെ അടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വിടുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ ഇടാനായി പലരും വീഡിയോ എടുക്കാനും തുടങ്ങുന്നുണ്ട്. ഇത് മീഡിയ ന്യൂസ് എന്ന നിലയിൽ ഭയങ്കരമായി വൈറലായി മാറുന്നു. ഇൻസ്പെക്ടർ ആണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. വുമണൈസർ റെസ്ലർ എന്ന് നിനക്ക് പേര് ഇട്ടിട്ടുണ്ട്, ഇതിങ്ങനെ വൈറലായതിനു ശേഷം നിനക്ക് എങ്ങനെ നാഷണൽ ചാമ്പ്യൻ ആവാൻ കഴിയും എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ ഹീറോ അത് ആലോചിച്ച് നോക്കുകയാണ്. ഇനി നമ്മുടെ ഹീറോ ആ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചാൽ കൂടിയും ചുറ്റുമുള്ള എല്ലാവരും ഹീറോയെ വുമണൈസർ എന്ന് തന്നെ വിളിച്ച് കളിയാക്കും. ഇത് ഹീറോയ്ക്ക് ഒരു വലിയ ബ്ലാക്ക് മാർക്കായി മാറുകയാണ്. അത് മാത്രമല്ല, ഹീറോയുടെ കരിയറിന് തന്നെ വലിയൊരു പണി കിട്ടിയതുപോലെയായി. ഹീറോയുടെ അമ്മ മരിച്ചുപോയി. അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് ഹീറോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയുടെ അച്ഛൻ അവിടെ നിന്ന് ഓരോ കമന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയ്ക്ക് ടെൻഷൻ ആവുകയാണ്. ഞാൻ അമ്മയോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്തിനാ അനാവശ്യമായിട്ട് കമന്റ് അടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, കണ്ണിൽ കാണാത്ത അമ്മയോട് സംസാരിക്കുന്നത് നിർത്തിയിട്ട് വേഗം ഒരു പെണ്ണിനെ കണ്ട് കല്യാണം കഴിക്കാനുള്ള വഴി നോക്ക്. ചുരുങ്ങിയത് ആരെങ്കിലും പ്രേമിച്ചെങ്കിലും ഒളിച്ചോടിപ്പോ, ആ ചെലവൊക്കെ ഞാൻ നോക്കാം എന്ന് അച്ഛൻ പറയുന്നു. ഉടനെ ദേഷ്യം വന്ന ഹീറോ, ഏത് പെണ്ണാണ് എന്നെ പ്രേമിക്കാൻ തയ്യാറായിട്ടുള്ളത്, എന്റെ കൂടെ ഒളിച്ചോടി വരാൻ തയ്യാറായിട്ടുള്ളത് എന്ന് പറ, വെറുതെ വായി വന്നതൊക്കെ വിളിച്ച് പറയാതിരിക്കും എന്ന് പറയുന്ന സമയത്ത് കറക്റ്റായി നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് ഉള്ളിലേക്ക് വരികയാണ്. എന്താടാ, അത് രാവിലെ തന്നെ അച്ഛനും മോനും തമ്മിൽ വഴക്കിടുകയാണോ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, എന്റെ അച്ഛൻ എന്നോട് കല്യാണം കഴിക്കാൻ പറയാണ്, ഞാൻ കല്യാണം കഴിക്കില്ലെന്നും പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഏതെങ്കിലും പെണ്ണിനെ കൂട്ടി ഒളിച്ചോടാൻ പറയാണ്, ചെലവുകളൊക്കെ ഞാൻ നോക്കാമെന്നും പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഹീറോയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, ഇതെന്താ ഭയങ്കര ഓഫറാണല്ലോ, എന്റെ വീട്ടിലൊന്നും ഇങ്ങനെ പറയുന്നതേ ഇല്ല, അങ്ങളൊരു കാര്യം ചെയ്യ്, അവന്റെ ചെലവിന്റെ കാര്യം പിന്നെ നോക്കാം, ഞാൻ റെഡിയായി തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷെ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ഞാൻ IAS പാസ്സായ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആദ്യം ഞങ്ങൾക്ക് നടത്തി താങ്കൾ എന്നൊക്കെ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹീറോയുടെ അച്ഛൻ ഫ്രണ്ടിനെ വഴക്ക് പറയുന്നുണ്ട്, പഠിക്കുന്നത് നിർത്തിയിട്ട് പെണ്ണുങ്ങളുടെ പിന്നാലെ ചുറ്റി നടക്കുന്ന നിനക്ക് ഞാൻ സ്പോൺസർ ചെയ്യണോ എന്ന് ചോദിക്കുകയാണ്. അത് മാത്രമല്ല, ഹീറോയോട് അവന്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇപ്പൊക്കെ പെണ്ണുങ്ങൾ ഭയങ്കര ഷാർപ്പായി, പയ്യന് 25 വയസ്സായിരിക്കണം, പയ്യന് ഈ ജോലി ഉണ്ടായിരിക്കണം, ഇത്ര ശമ്പളം ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നും പറഞ്ഞ് അച്ഛൻ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ തമ്മിൽ ഇങ്ങനെ തർക്കം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സ്ഥലത്തേക്ക് ഹീറോയുടെ ചേച്ചിയുടെ ഭർത്താവ് വരുന്നു. ഹീറോയുടെ ഫ്രണ്ടിനോട് അവൻ ചോദിക്കുന്നുണ്ട്, നീ അച്ഛനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്ന് കരുതിയപ്പോ ഇവന്മാർ തമ്മിൽ നടക്കുന്ന വഴക്ക് നീ നോക്കി നിൽക്കുകയാണോ എന്ന്. ഇപ്പോൾ ഇവർ തമ്മിൽ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വീട്ടിലേക്കില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഇപ്പോൾ ഹീറോയുടെ ഫ്രണ്ട് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നിനക്കൊരു പെണ്ണിനെ കണ്ട് കല്യാണം കഴിപ്പിക്കുന്നവരെ നിന്റെ അച്ഛൻ അടങ്ങിയിരിക്കില്ല, ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടേ തന്നെ ഇരിക്കൂടാ എന്ന് പറയുന്നു. ഹീറോ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ നാഷണൽ ചാമ്പ്യൻ ആകണമെന്ന സ്വപ്നവുമായിട്ട് ഇരിക്കുകയായിരുന്നു. ആ ഒരൊറ്റ വീഡിയോയിലൂടെ എന്റെ മുഴുവൻ സ്വപ്നത്തിലും അവർ മണ്ണ് വാരിയിട്ടു. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാവരും എന്നെ വിട്ടുപോയി. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ നഗരത്തിൽ ആരെങ്കിലും ഒരാൾ അവരുടെ പെൺകുട്ടി എനിക്ക് വിവാഹം ചെയ്തു തരാൻ തയ്യാറാവൂ? എല്ലാവരും എന്നെ തെറ്റായിട്ടല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഹീറോ ചോദിക്കുകയാണ്. എല്ലാവരും എന്നെ ക്രിമിനലിനെ പോലെയാണടാ നോക്കി കാണുന്നത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഹീറോയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, 2 വർഷമായിട്ട് ഞാൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയല്ലേ, വിഷമിക്കാതിരിക്കെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്.
യഥാർത്ഥത്തിൽ ഹീറോയ്ക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, പുള്ളിക്ക് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. എന്നാൽ ഇവനെ പ്രണയിക്കാൻ ആരുമില്ല, ഇവന് പെണ്ണ് നൽകാനും ആരുമില്ല. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പെൺകുട്ടി അഡ്രസ്സ് ചോദിക്കാനായിട്ട് ഇവരുടെ കടയിലേക്ക് വരുന്നു. അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ തന്നെ ഹീറോ ഭയങ്കര നെർവസ് ആവുന്നുണ്ട്. അപ്പോൾ ഹീറോയുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, പെണ്ണുങ്ങളെ കാണുമ്പോൾ തന്നെ നീ ഇത്ര നെർവസ് ആവുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ ഒരു പെണ്ണിനെ എങ്ങനെ കല്യാണം കഴിക്കൂടാ? നിനക്ക് എങ്ങനത്തെ പെണ്ണിനെയാണ് വേണ്ടത്? അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് എൻ്റെ അമ്മയെ പോലെ തന്നെ ആയിരിക്കണം, വളരെ സിമ്പിൾ ആയിരിക്കണം, ഇന്നസെന്റ് ആയിരിക്കണം, നാച്ചുറൽ ആയിരിക്കണം എന്നൊക്കെ ഹീറോ പറയുന്നു. ഇവനിത് പറയുമ്പോൾ നമ്മുടെ നായികയെ കാണിക്കാൻ തുടങ്ങുന്നുണ്ട്. നമ്മുടെ നായികയുടെ പേര് ഗിന്നി എന്നാണ്. ഹീറോ പ്രതീക്ഷിക്കുന്ന യാതൊരു കാറ്റഗറിയിലും നമ്മുടെ നായിക ഉൾപ്പെടില്ല. പബ്ബും ക്ലബ്ബും ഒക്കെയായി മദ്യപിച്ച് ജോളിയായി എൻജോയ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് അവള്. ഇപ്പൊ പോലും ഒരു ബാച്ചിലർ പാർട്ടിയിൽ പങ്കെടുക്കാൻ വന്നിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ആ ബാച്ചിലർ പാർട്ടി കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് വരുമ്പോൾ ഗിന്നിയുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴാണ് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്? നീ എങ്ങനത്തെ പയ്യനെയാണ് പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ നായിക അവളുടെ പ്രതീക്ഷകൾ എന്താണെന്ന് പറയുന്നുണ്ട്. എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല, എങ്കിലും പയ്യൻ സ്വീറ്റ് ആയിരിക്കണം, ലോയൽ ആയിരിക്കണം, ആനിവേഴ്സറിയോ ബർത്ത്ഡേയോ മറന്നാലും എനിക്കൊരു പ്രശ്നമല്ല, പക്ഷെ കുറച്ച് കെയറിങ് ആയിരിക്കണം. എനിക്കൊരു പ്രശ്നം വന്നാൽ ഈ ലോകത്തെ തന്നെ എതിർത്ത് നിൽക്കുന്നവനായിരിക്കണം. ആ പയ്യൻ എവിടത്തെ പയ്യനായാലും ശരി, ഓസ്ട്രേലിയയിൽ നിന്ന് വന്നാലും ശരി, എനിക്കതിനെ പറ്റിയൊന്നും യാതൊരു ആശങ്കയുമില്ല എന്ന് നായിക പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നായിക അതേ ഹാങ് ഓവറിൽ തന്നെ വീട്ടിലെത്തുകയാണ്. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ നായികയുടെ അമ്മ അവിടെയുണ്ട്. ഡ്രസ്സ് മാറ്റിയിട്ട് വരാമേ എന്ന് പറഞ്ഞ ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ ആ ഫ്രണ്ടിന്റെ വെഡിങ് കാർഡ് നായികയുടെ അമ്മ കാണുന്നുണ്ട്. അതിൽ സുകൃതി എന്ന പേര് എഴുതിയിട്ടുണ്ട്. സുകൃതി ആരാണെന്ന് ആലോചിച്ച് നോക്കിയിട്ട്, നിന്നേക്കാൾ 2 വയസ്സ് ചെറിയ കുട്ടിയല്ലേ അവൾക്ക് വരെ കല്യാണം ആവുന്നുണ്ട്, പക്ഷെ നീ ഇനിയും കല്യാണം കഴിക്കാതെ നിൽക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ നായികയുടെ കല്യാണ കാര്യം എടുത്തിട്ട് അമ്മയും നായികയും തമ്മിൽ തർക്കമാവുന്നുണ്ട്. ഹീറോയുടെ അച്ഛൻ ഹീറോയുടെ എന്തെല്ലാമാണോ പറഞ്ഞുകൊണ്ടിരുന്നത് അതേ കാര്യം തന്നെയാണ് ഗിന്നിയുടെ അമ്മയും നായികയോട് പറയുന്നത്. ഞാൻ തന്നെ ഒരു പയ്യനെ കണ്ട് നിനക്ക് കല്യാണം കഴിപ്പിച്ചു തരണം എന്നൊന്നുമില്ല, നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അവനെ വിവാഹം കഴിപ്പിച്ചു തരാനും ഞാൻ റെഡിയാണ് എന്ന് പറയുമ്പോൾ നായിക പറയുന്നുണ്ട്, ഞാൻ അച്ഛനോട് സംസാരിച്ചു കഴിഞ്ഞു അമ്മേ, ഒരു നല്ല പയ്യനെ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ കല്യാണം കഴിച്ചോളാം. ഇത് പറയുമ്പോൾ നായികയുടെ അമ്മ കരയാൻ തുടങ്ങുന്നു. നായികയ്ക്ക് 3 ബ്രേക്കപ്പുകൾ ഇതിനോടകം തന്നെ കഴിഞ്ഞു. അതിനുശേഷം ഒരു പയ്യനെ കണ്ട് എൻഗേജ്മെന്റ് വരെ എത്തിയിട്ട് ആ കല്യാണവും മുടങ്ങിപ്പോയി. ഇതിങ്ങനെ പോയാൽ ഇവളുടെ ജീവിതം എന്താകാനാണ് എന്ന് പറഞ്ഞ അമ്മ ഭയങ്കരമായിട്ട് കരയാണ്. അപ്പോൾ നായിക എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ കണ്ടിടത്തോളം പയ്യന്മാരെല്ലാം ഒരേപോലെയാണ് ആ റിലേഷൻഷിപ്പ് പോയി അവസാനിക്കുന്നത്. ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് സെറ്റ് ആവുന്ന പോലെയുള്ള ഒരു പയ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വിവാഹമേ വേണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ചേരുന്ന രീതിയിലുള്ള ഒരു പയ്യനെ കിട്ടിയാൽ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞ് അമ്മയോട് സംസാരിച്ച് സമാധാനിപ്പിക്കുന്നു. അവിടെ കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയുടെ അച്ഛനുണ്ടല്ലോ, ഹീറോയെ ഒരു ജോൽസിന്റെ അടുത്തേക്ക് കൊണ്ടുവരാണ്. പുള്ളിയുടെ അടുത്ത് ഒരുപാട് കല്യാണ ആലോചനകൾ വരാറുണ്ട്. പുള്ളിയോട് സംസാരിച്ചാൽ നിനക്ക് നല്ലൊരു ആലോചന വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ കട്ട് ചെയ്താൽ ഇപ്പോൾ നമ്മുടെ നായികയെ പെണ്ണ് കാണാനായി ഒരു കൂട്ടർ വന്നിരിക്കുകയാണ്. അവരോട് ഇവരെന്ത് സംസാരിച്ചാലും അതിന് വിപരീതമായി ഇടയ്ക്കിട്ട് മുടക്കുന്ന രീതിയിലാണ് ആ കൂട്ടർ സംസാരിക്കുന്നത്. അതിനാൽ തുടക്കം മുതൽക്കേ ഇതൊന്നും ശരിയാവുന്ന ലക്ഷണമില്ല. ശരി, പയ്യനും പെണ്ണും തമ്മിലെങ്കിലും സെറ്റ് ആവുമെന്ന് നോക്കാന്ന് വെച്ചാൽ പയ്യൻ യാതൊരു ശ്രദ്ധയും ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. അത് കേട്ട് ഞെട്ടിപ്പോയ നായിക കയ്യിലിരുന്ന ഗ്ലാസ് താഴെയിടുന്നു. അറിയാതെ താഴെയിട്ട് പോയി സോറി ആന്റി എന്ന് നായിക പറഞ്ഞ ഉടനെ ആ പയ്യന്റെ അമ്മ കിടന്ന് അലറാൻ തുടങ്ങുന്നു. ഈ കുട്ടി എഡ്യൂക്കേറ്റഡ് ആയ പെൺകുട്ടിയല്ലേ, ഇങ്ങനെയാണോ താഴെയിടുക എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ്. ഈ കുടുംബം തന്നെ ഒരുമാതിരി ടോക്സിക് ആണെന്ന് പറഞ്ഞുകൊണ്ട്, ഈ കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നായിക അവരെല്ലാവരും വിരട്ടി ഓടിച്ചു വിടുന്നു. അവിടെ കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോ ആ ജോൽസിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടല്ലോ. ജോൽസ്യം പറയുന്നുണ്ട്, നമ്മുടെ ഹീറോയ്ക്ക് വിദ്യാഭ്യാസവും ഇല്ല, കൃത്യമായൊരു നല്ല പേരും ഇല്ല. അങ്ങനെയുള്ളപ്പോൾ ഹീറോയ്ക്ക് കല്യാണം നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും അവസരമുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങൾ ധാരാളം സ്ത്രീധനം നൽകുന്ന പക്ഷം പയ്യന് കല്യാണം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് ജോൽസ്യം പറയുന്നു. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജോൽസ്യം പറയുന്നുണ്ട്, ഇവൻ മാസങ്ങളോളം ഉപവസിക്കണം, വെറും തൈര് സാദം മാത്രം കഴിച്ച് വ്രതമെടുത്താൽ പെണ്ണ് കിട്ടി കല്യാണം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഹീറോ തനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് തീർത്ത് പറയാണ്. ഉടനെ ഹീറോയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഇവന് വേണ്ടി ഞാൻ വ്രതം നോക്കാം, ഞാൻ ഇവന് വേണ്ടി ഉപവസിച്ചാൽ ഇവന് കല്യാണം നടക്കോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ദൈവം അത് സ്വീകരിച്ചാൽ കല്യാണം നടക്കും എന്ന് പറഞ്ഞ് അവർ തിരിച്ചയക്കുന്നു. അവിടെ കട്ട് ചെയ്താൽ നമ്മുടെ നായികയോട് തുടർച്ചയായി അമ്മ പയ്യന്മാരുടെ ഫോട്ടോസൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നായിക അത് നിരസിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പുറത്ത് നമ്മുടെ ഹീറോയ്ക്കും ധാരാളം കല്യാണ ആലോചനകൾ വരും. പക്ഷെ അതൊന്നും ഹീറോയ്ക്ക് സെറ്റാവില്ല. അതും നിരസിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. രണ്ടുപേരും കല്യാണ ആലോചനകൾ കാരണം മടുത്തു പോവാണ്. മറുവശത്ത് ഹീറോയുടെ അച്ഛൻ, ഹീറോയുടെ കല്യാണത്തിന്റെ കാര്യത്തിൽ പണമല്ല പ്രശ്നം, ഹീറോയുടെ പേര് മോശമായതാണ് പ്രശ്നം. ചുരുക്കത്തിൽ ഹീറോയുടെ ആ വീഡിയോ വൈറലായിരുന്നല്ലോ, ആ വീഡിയോയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഹീറോയുടെ ആലോചനകൾ മുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജോൽസ്യം പറഞ്ഞതുപോലെ 16 തിങ്കളാഴ്ച നീ വ്രതം എടുക്കണം, അത് മാത്രം നീ ചെയ്താൽ ഉറപ്പായിട്ടും കല്യാണം നടക്കും എന്നച്ഛൻ പറയുന്നു. എന്നാൽ ഹീറോ അത് ചെയ്യാൻ കൂട്ടാക്കുന്നില്ല. തനിക്ക് വിശ്വാസമില്ലെന്ന് അവൻ പറയാണ്. ഹീറോയുടെ അച്ഛനും ഫ്രണ്ടും അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഹീറോ അവസാനം വരെ അത് സമ്മതിക്കുന്നതേ ഇല്ല. അപ്പോൾ നമ്മുടെ ഹീറോയുടെ അച്ഛൻ പറയുന്നു, ശരി, നീ വ്രതം ഒന്നും നോക്കണ്ട, പക്ഷെ അതിനു പകരം നീ ഒന്ന് നുണ പറയോ
എന്ന് ചോദിക്കുമ്പോൾ അതും പറ്റില്ലെന്ന് പറഞ്ഞ് അവൻ പോവാണ്. 1000 നുണ പറഞ്ഞിട്ടായാലും ഒരു കല്യാണം നടത്താമെന്ന് പറയില്ലേ, അതുപോലെ എന്തെങ്കിലും നുണ പറഞ്ഞിട്ടായാലും ഹീറോയ്ക്ക് കല്യാണം കഴിപ്പിക്കാമെന്ന് അച്ഛൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കട്ട് ചെയ്താൽ നമ്മുടെ നായികയും അവളുടെ അമ്മയും ഇരുന്ന് സംസാരിക്കുകയാണ്. അമ്മ പറയുന്നുണ്ട്, മിക്ക കല്യാണങ്ങളും നുണ പറഞ്ഞാണ് നടത്തുന്നത്. സത്യം പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നീ ഡിവോഴ്സിൽ അവസാനിക്കും, അല്ലെങ്കിൽ കല്യാണം നടക്കാതെ പോകും. സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നതെന്ന് അമ്മ പറയുമ്പോൾ എന്താ അമ്മ അനുഭവം എന്ന് നായിക ചോദിക്കുകയാണ്. അപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. നമ്മുടെ നായികയുടെ അമ്മയും അച്ഛനും ഈ രീതിയിൽ നുണ പറഞ്ഞാണ് കല്യാണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അമ്മയും അച്ഛനും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളായി ഡിവോഴ്സ് ചെയ്യാമെന്ന ലെവൽ വരെ പോയി. അച്ഛൻ നായികയുടെ അമ്മയെ വേണ്ടെന്ന് പറഞ്ഞ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തു പോലും. എന്നാൽ ഈ ഡിവോഴ്സ് വിഷയം കോടതിയിൽ വന്ന് വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നായികയുടെ അച്ഛൻ മരിച്ചുപോയി. ഡിവോഴ്സ് ആയതിനു ശേഷമാണ് മരിച്ചതെങ്കിൽ ആളുകൾ എന്തൊക്കെ പറഞ്ഞേനെ എന്ന് ഓർക്കുമ്പോൾ തന്നെ വിഷമമുണ്ട്. അതുമാത്രമല്ല, പുള്ളി ഉള്ളിടത്തോളം കാലം പുള്ളിയുമായി ഞാൻ വഴക്കിട്ടും പ്രശ്നം ഉണ്ടാക്കിയും കൊണ്ടേയിരിക്കുകയായിരുന്നു. പുള്ളി മരിച്ചതിന് ശേഷമാണ് നമ്മുടെ കൂടെ ജീവിത പങ്കാളി ഇല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കഷ്ടപ്പാടുകൾ വരുമെന്ന് ഞാൻ കുറച്ചായി മനസ്സിലാക്കാൻ തുടങ്ങിയത്. ആ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്, നീ കല്യാണം കഴിക്കണം, നിനക്കും ഒരു ജീവിത പങ്കാളി ആവശ്യമായി വരും, നിനക്ക് വേണ്ടി ഒരാളുണ്ടാവണം എന്നൊക്കെ അമ്മ പറയുന്നു. കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഡീസന്റ് ആയ ഒരു പയ്യനെ കിട്ടുന്നില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നായിക എൻഗേജ്മെന്റ് വരെ പോയിട്ട് കല്യാണം മുടങ്ങിപ്പോയി എന്ന് അമ്മ പറഞ്ഞല്ലോ. ആ കഥ ഇപ്പൊ നായിക നമ്മളോട് പറയാൻ തുടങ്ങുകയാണ്. വിക്രം എന്നൊരാളുമായി വിവാഹം ഉറപ്പിച്ച് തീയതിയൊക്കെ നിശ്ചയിച്ചതായിരുന്നു. എൻഗേജ്മെന്റ് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് കല്യാണമായിരുന്നു. യാതൊരു പ്രശ്നവും ഇല്ലാതെ എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻഗേജ്മെന്റിന്റെ അന്ന് വിക്രം നായികയെ പുറത്തു കൊണ്ടുപോയി. ഒരു ഹോട്ടലിൽ ടേബിൾ ബുക്ക് ചെയ്ത് ഷാമ്പയിനൊക്കെ പൊട്ടിച്ചു നൽകി. ഇതെല്ലാം ചെയ്തത് അവൻ തന്നെയായിരുന്നു. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു, ഞാൻ നിനക്ക് ചില ടെസ്റ്റുകൾ വെച്ചിരുന്നു, ആ ടെസ്റ്റിൽ നീ പരാജയപ്പെട്ടു പോയി, എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് ആ എൻഗേജ്മെന്റും കല്യാണവും എല്ലാം നിർത്തി വെച്ചിട്ട് അവൻ പോയി. ഇതിൽ എന്റെ തെറ്റ് എന്താണുള്ളത്? അവൻ എന്താണ് ടെസ്റ്റ് വെച്ചതെന്ന് എനിക്കറിയില്ല, ഞാൻ എന്തിലാണ് തോറ്റതെന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് നായിക വളരെ ഫീൽ ചെയ്യുമ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട്, ഇതൊക്കെ എനിക്ക് ശരിയാക്കാൻ കഴിയും, എനിക്കൊരു അവസരം താ, ഒരു ചെറിയ നുണ മാത്രം മതി എന്ന് പറയുന്നു. നായികയ്ക്ക് ഇതിനോട് താല്പര്യമില്ലായിരുന്നു. എന്നാൽ നായികയുടെ അമ്മയാവട്ടെ അവളുടെ ജീവിതം എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യണമെന്ന് കരുതി വിവാഹത്തിനായി പല ഏർപ്പാടുകളും ചെയ്യാൻ തുടങ്ങുന്നു. നായികയുടെ പേര്, വയസ്സ് തുടങ്ങി പല ഡീറ്റെയിൽസും വ്യാജമായി നൽകി പത്രത്തിൽ വരനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പരസ്യം നൽകുന്നു, അതും ഇംഗ്ലീഷ് പത്രത്തിൽ. ഇതേ പാറ്റേൺ തന്നെയാണ് ഹീറോയുടെ അച്ഛനും കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഹീറോയുടെ പേരും വിവരങ്ങളും ഒക്കെ വെച്ച് അവനൊരു സംരംഭകനാണ്, ബിസിനസ്സുകാരനാണ് എന്നൊക്കെ വ്യാജമായി നൽകി പരസ്യം നൽകുന്നു. ഹീറോയുടെ പരസ്യം നായികയുടെ അമ്മ കാണുന്നുണ്ട്, നായികയുടെ പരസ്യം ഹീറോയുടെ വീട്ടുകാരും കാണുന്നു. രണ്ടുപേരും പരസ്പരം കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഹീറോയുടെ ചേച്ചിയുടെ ഭർത്താവ് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഫോൺ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. ചേച്ചിയുടെ ഭർത്താവ് തന്നെയാണ് ഫോൺ എടുക്കുന്നത്. ഞങ്ങൾ ഡൽഹിയിൽ നിന്നാണ് വിളിക്കുന്നത്, മാട്രിമോണിയിലെ പരസ്യം ഞങ്ങൾ കണ്ടിരുന്നു എന്ന് ഗിന്നിയുടെ അമ്മ പറയുമ്പോൾ റോങ് നമ്പർ ആണെന്ന് ഇവനും പറയുന്നുണ്ട്. റോങ് നമ്പറോ എന്ന് ഗിന്നിയുടെ അമ്മ ഞെട്ടി നോക്കുമ്പോൾ ഹീറോയുടെ അച്ഛൻ സണ്ണിയുടെ ഫ്രണ്ടിനോട് ആദ്യം ഫോൺ പിടിച്ചു വാങ്ങ് എന്ന് പറഞ്ഞ് അവൻ ഫോൺ വാങ്ങി ഹീറോയുടെ അച്ഛന്റെ കയ്യിൽ കൊടുക്കുന്നു. അടുത്ത വീട്ടുകാരൻ ഫോൺ എടുത്തതാണ്, അവനൊരു മെന്റലാണ് എന്ന് പറഞ്ഞ് ഹീറോയുടെ അച്ഛൻ തുടർന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. എന്നെ മെന്റൽ എന്ന് വിളിച്ചോ എന്ന് ചോദിച്ച ചേച്ചിയുടെ ഭർത്താവ് അവിടെ കിടന്ന് അലറാൻ തുടങ്ങുകയാണ്. ഉടനെ ഹീറോയുടെ ഫ്രണ്ടും ഹീറോയും ചേർന്ന് അവൻ ബഹളമുണ്ടാക്കുന്നത് തടയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഹീറോയുടെ അച്ഛൻ ഗിന്നിയുടെ അമ്മയോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. നായികയുടെ അമ്മ ഗിന്നിയെ പറ്റി എല്ലാം പറയുന്നുണ്ട്. പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അയച്ചു തരുമോ എന്ന് ഹീറോയുടെ അച്ഛൻ പറയുമ്പോൾ അവർ ഫോട്ടോ അയക്കാം എന്ന് സമ്മതിക്കുന്നുണ്ട്. ചേച്ചിയുടെ ഭർത്താവ് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, ആദ്യം സ്വത്ത് ബാധിച്ചതാ എന്നൊക്കെ അവൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഇപ്പോഴാണ് ആദ്യമായി എന്റെ മകനെ ഒരു പെണ്ണ് കണ്ണെടുത്ത് നോക്കിയിട്ടുള്ളത്, ദയവായി ഒന്നും മിണ്ടാണ്ടിരിക്കുക എന്ന് പറഞ്ഞ് അവനെ അടക്കി നിർത്തുകയാണ്. ഹീറോയ്ക്ക് ഇതൊന്നും തീരെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നായികയുടെ ഫോട്ടോ വരുന്നു. ഫോട്ടോ കണ്ട ഉടനെ ഹീറോയ്ക്ക് അവളെ ഒരുപാട് ഇഷ്ടമാവുന്നു. ഇതിനു മുമ്പ് എത്രയോ പെൺകുട്ടികളെ അവൻ കണ്ടിരിക്കുന്നു. എന്നാൽ ഇവളെ കണ്ട ഉടനെ ഹീറോയ്ക്ക് ഒരു പ്രത്യേക ആകർഷണം തോന്നുന്നു. ഹീറോ ഭയങ്കര സന്തോഷത്തിലാവുന്നു. അപ്പോൾ ഹീറോയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, സന്തോഷിക്കുന്നതൊക്കെ ശരി തന്നെ, നിന്റെ അച്ഛൻ പത്രത്തിൽ എന്തൊക്കെയോ പരസ്യം നൽകിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പെരുമാറാൻ നോക്ക് എന്ന് പറയുമ്പോൾ ഹീറോ ഞെട്ടിപ്പോവാണ്. എന്തൊക്കെ പരസ്യമാണ് കൊടുത്തതെന്ന് വെച്ചാൽ എന്റെ മകൻ വെൽ സെറ്റിൽഡ് ആണ്, ഹാൻസം ആണ്, അവനൊരു സംരംഭകനാണ് എന്നൊക്കെയാണ് കൊടുത്തത്. ഡീറ്റെയിൽസ് ഓക്കെ, എന്നാൽ ഹാൻസം ആണോ എന്നൊരു ചോദ്യം നമ്മുടെ ഹീറോയുടെ മനസ്സിൽ വരികയാണ്. അപ്പോൾ ഹീറോയുടെ ഫ്രണ്ട് അവനോട് പറയുന്നുണ്ട്, നീ ഹാൻസം തന്നെയാണ്, ആ സംരംഭകൻ എന്ന കാര്യം മാത്രം നീ കറക്റ്റായി കൈകാര്യം ചെയ്താൽ മതി എന്ന്. ഇപ്പോൾ നായികയുടെ ഫോട്ടോ കണ്ട് ഹീറോ അവളെ പ്രണയിക്കാൻ തുടങ്ങുകയാണ്. അതിനുശേഷം ഹീറോ വീട്ടിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഓണ്ടർപ്രണർ എന്ന വാക്ക് അവന്റെ വായിൽ വഴങ്ങുന്നേ ഇല്ല. ഹീറോയുടെ ഫ്രണ്ടാണ് അതിന്റെ പ്രൊണൗൺസിയേഷനൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അവൾ ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് അവനെ പ്രിപ്പയർ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പെണ്ണിന്റെ വീട്ടുകാർ ചെറുക്കനെ കാണാനായി വീട്ടിൽ വന്നിരിക്കുകയാണ്. അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹീറോയുടെ അച്ഛൻ തന്റെ സഹോദരൻ ലോക്കോ പൈലറ്റ് ആയിരുന്നുവെന്നും ഇപ്പോൾ റിട്ടയർ ചെയ്തു എന്നുള്ള ഇല്ലാത്ത കാര്യങ്ങൾ തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പെണ്ണിന്റെ വീട്ടുകാരും അകത്ത് വന്നിരിക്കുകയാണ്. എല്ലാവരെയും ഹീറോയുടെ അച്ഛൻ പരിചയപ്പെടുത്തുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോ വന്നിരിക്കുകയാണ്. എല്ലാവരോടും അവൻ നമസ്കാരം പറയുന്നു.
അപ്പോൾ നായികയുടെ കുടുംബത്തിലുള്ളവർ ഇവനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പെട്ടെന്ന് ആലോചിക്കാൻ തുടങ്ങുന്നു. 2-3 വർഷം മുമ്പ് വുമണൈസർ എന്ന പേരിൽ ഇന്റർനെറ്റിൽ ഭയങ്കരമായി വൈറലായിരുന്നത് ഇവനല്ലേ എന്ന് സംശയിക്കുന്നു. അതൊക്കെ മറന്ന് ഇപ്പോൾ കരകയറി വന്നതേ ഉള്ളൂ. അതിനുള്ളിൽ ആളുകൾ തിരിച്ചറിഞ്ഞോ എന്ന് കരുതി ഹീറോ ഞെട്ടിപ്പോവാണ്. ഉടനെ വീട്ടിലുള്ളവരൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് ആ വിഷയം ഒതുക്കാണ്. എങ്കിലും ഹീറോ തന്റെ ഫ്രണ്ടിനോട് രഹസ്യമായി ചോദിക്കുന്നുണ്ട്, ചിലപ്പോൾ ഇയാൾ ആ വീഡിയോ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവോ എന്ന്. അത് കേട്ട പെണ്ണിന്റെ വീട്ടുകാർ എന്ത് യൂട്യൂബോ എന്ന് ചോദിക്കാണ്. യൂട്യൂബ് എന്നല്ല പറഞ്ഞത്, ഇപ്പോഴത്തെ യൂത്തിനൊക്കെ ഇവനൊരു ഇൻസ്പിറേഷൻ ആണെന്നാണ് ഞാൻ സംസാരിച്ചത് എന്ന് പറഞ്ഞ് അവർ പിടിച്ചു നിൽക്കാണ്. അവൻ എന്താണ് പഠിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോയ്ക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് അതും എന്തൊക്കെയോ പറഞ്ഞ് അവർ മാനേജ് ചെയ്യുന്നു. അതിനുശേഷം പെണ്ണും ചെറുക്കനും മാറി നിന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കുന്നു. എന്തെങ്കിലും ചോദിക്കാനാണെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറയുമ്പോൾ ഹീറോ ആവട്ടെ ചോദിക്കാൻ ചോദ്യങ്ങളൊന്നുമില്ലാതെ വളരെ നെർവസ് ആയി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ വീട്ടിലുള്ള ചെറിയൊരു കുട്ടി ഒരു സ്ലേറ്റിൽ വിൽ യു മാരി മീ എന്ന് എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ഉടനെ നായിക അവിടെ നിന്നും പോവാണ്. സത്യമായിട്ടും ഇത് എന്റെ പ്ലാൻ അല്ല എന്ന് ഹീറോ പറയാണ്. പക്ഷെ നായിക അതൊന്നും വകവെക്കാതെ വീടിനുള്ളിലേക്ക് പോവാണ്. ഹീറോയും വളരെ ഞെട്ടലോടെ അവളുടെ പിന്നാലെ പോവാണ്. ഇപ്പൊ കുടുംബാംഗങ്ങളെല്ലാവരും സംസാരിച്ചു കഴിഞ്ഞിട്ട് എന്താ മോളെ നിനക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അവൾ ഇപ്പൊ നോ പറയുന്ന ഹീറോ വിചാരിച്ചു നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് നായിക പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഓക്കെ ആണെന്ന്. അത് കേട്ട് ബന്ധുക്കൾക്കെല്ലാം സന്തോഷമാവുന്നു. ഇപ്പോൾ നായിക അവിടെ നിന്നും തിരികെ പോകുന്ന സമയത്ത് തന്റെ അമ്മയോട് പറയുന്നുണ്ട്, ഇതിനു മുമ്പ് എപ്പോ ചെറുക്കനെ കാണാൻ പോയാലും ആ പയ്യന്മാർക്കൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കാണ്ടാവുമായിരുന്നു. നീ മദ്യപിക്കാറുണ്ടോ, നീ വെർജിൻ ആണോ, നീ ഓപ്പൺ മൈൻഡ് ആണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. ഭാവി ജീവിതത്തെക്കുറിച്ച് ഒരു ചോദ്യവും ചോദിക്കാറില്ല. എന്നാൽ ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് യാതൊരു ചോദ്യവും ചോദിക്കാറുള്ളത്. തിരിച്ച് ഞാനും അവനോട് ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് നായിക പറയുന്നു. എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, എല്ലാം ശരിയായി വരുന്നത് പോലെ ഉണ്ടല്ലോ. എന്നാൽ നായികയ്ക്ക് ഭയമുണ്ട്. കാരണം നായികയെക്കുറിച്ചുള്ള വിവരങ്ങൾ അവളുടെ അമ്മ പത്രത്തിൽ വ്യാജമായിട്ടാണ് നൽകിയിട്ടുള്ളത്. അതിൽ ഇംപ്രസ്ഡ് ആയിട്ടാണ് ഹീറോയുടെ അച്ഛൻ ഇവളുടെ പ്രൊഫൈൽ ഓക്കെ പറഞ്ഞത്. അതിനാൽ ഇതൊക്കെ നുണയാണെന്നും നുണ പറഞ്ഞാണ് പരസ്യം കൊടുത്തതെന്ന് പറഞ്ഞാൽ എന്താവുമെന്ന് നായിക ഭയപ്പെടുകയാണ്. മറുഭാഗത്ത് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, ആ വൈറലായ വീഡിയോ ഇപ്പോഴും ഇന്റർനെറ്റിൽ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടക്കുന്നുണ്ടാവും. ആ വീഡിയോ ഒരുപക്ഷെ അവളുടെ കണ്ണിപ്പെട്ടാൽ എന്താവുമെന്ന് കരുതി അവൻ ഭയപ്പെടുന്നു. എന്തായാലും ആദ്യ കടമ്പ കടന്നു കിട്ടിയല്ലോ എന്ന് കരുതി 2 വീട്ടുകാരും സന്തോഷിച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ 2 കൂട്ടരും നുണ പറഞ്ഞിട്ടാണ് ഈ ബന്ധം തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇപ്പോ ഗിന്നിയുടെ അമ്മ അവളോട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെ നുണ പറഞ്ഞ് ഇതൊക്കെ ശരിയാക്കിയതാണെങ്കിലും ഒരു പയ്യൻ എന്ന നിലയിൽ നിനക്ക് അവനെ ശരിക്കും ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഹാൻഡ്സം ആണ്, സെറ്റിൽഡ് ആണ്, സ്വീറ്റ് ആണ്, പക്ഷെ ഞങ്ങളുടെ വൈബ് തമ്മിൽ ചേരുമെന്ന് എനിക്കറിയില്ല, എനിക്ക് എന്തായാലും ഓക്കെയാണ് എന്ന് ഗിന്നി പറയുന്നു. ഇപ്പോ ഹീറോയുടെ അച്ഛൻ വിളിച്ചിട്ട് 2 ആഴ്ചക്കുള്ളിൽ ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് നടത്താമെന്ന് പ്ലാൻ ചെയ്യുകയും ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ കല്യാണ ദിവസം അവർ മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നായികയുടെ കൂട്ടുകാരി അവൾക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുന്നു. ഒരൊറ്റ സിപ്പിൽ തന്നെ നമ്മുടെ നായികയ്ക്ക് ഭയങ്കര ഹാങ് ഓവർ ആവുന്നു. ഈ സാഹചര്യത്തിൽ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, ഫസ്റ്റ് നൈറ്റിൽ റൂമിൽ ഇരുന്നുകൊണ്ട് ഗിന്നി വരുന്നു, ഗിന്നിയെ ഇവിടെ നിർത്തുന്നു, ഇങ്ങനെ ഐ ലവ് യു പറയുന്നു, ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നു, ഇങ്ങനെ അവളെ ഇംപ്രസ് ചെയ്യാം എന്നൊക്കെ കരുതി ഒരുപാട് സ്വപ്നങ്ങളോടും തയ്യാറെടുപ്പുകളോടും കൂടി കാത്തിരിക്കുകയാണ്. കുറച്ചു കഴിയുമ്പോഴേക്കും വാതിൽ മുട്ടുന്ന ശബ്ദം കേൾക്കാണ്. ഡോർ തുറന്നപ്പോൾ നമ്മുടെ നായിക വളരെ ഹോട്ടായി ഡ്രസ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഈവൻ ചില പ്രതീക്ഷകളൊക്കെ വെച്ചിരുന്നില്ലേ, ആ പ്രതീക്ഷകളൊക്കെ തകർക്കുന്ന രീതിയിലാണ് നായിക പെരുമാറുന്നത്. വളരെ ഹോട്ടായും സെഡ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് അവൾ പെരുമാറുന്നത്. നമ്മൾ എങ്ങനത്തെ ഒരു പെൺകുട്ടിയാണ് പ്രതീക്ഷിച്ചത്? ഈ കുട്ടിയെ ഞാൻ എങ്ങനെയുള്ള കുട്ടിയായിട്ടാണ് കണ്ടത്? എന്നാൽ ഈ പെണ്ണിതിനെല്ലാം നേരെ വിപരീതമാണല്ലോ എന്ന് കരുതി ഹീറോ വളരെ ഞെട്ടിപ്പോവാണ്. തുടർന്ന് പെണ്ണിനെയും ചെറുക്കനെയും ചെറുക്കന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുമല്ലോ. കാറിനുള്ളിൽ ഇവർ 2 പേരും ഇരിക്കുമ്പോൾ പരസ്പരം മുഖത്ത് നോക്കാൻ തന്നെ 2 പേരും ബുദ്ധിമുട്ടാണ്. അതിലും പ്രത്യേകിച്ച് ഹീറോ നായികയെ നോക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. നായികയ്ക്കും ഇപ്പൊ ഭയങ്കര സങ്കടമാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോ ബെഡ്റൂമിൽ കിടക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ നായിക വരുന്നുണ്ട്. ഇന്നലത്തെ പോലെ ഫിസിക്കലായി ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ അവൾ പെരുമാറിയാൽ എന്ത് ചെയ്യും എന്ന് ഹീറോ ആലോചിച്ചു നോക്കാണ്. അങ്ങനെയൊന്നും നടക്കാൻ പാടില്ല എന്ന് കരുതി അവൻ മിണ്ടാതെ കിടക്കുകയാണ്. അവളും ഒന്നും സംസാരിക്കുന്നില്ല, ഹീറോയും ഒന്നും സംസാരിക്കുന്നില്ല. 2 പേരും മിണ്ടാതെ കിടന്നുറങ്ങാണ്. പെട്ടെന്ന് പാതിരാത്രിക്ക് ഒരു വലിയ ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് കരുതി 2 പേരും എഴുന്നേറ്റ് നോക്കാണ്. അപ്പോഴാണ് ഹീറോ പറയുന്നത് അതെന്റെ അച്ഛനാണ്, അടുത്ത മുറിയിൽ അച്ഛനിരുന്ന് ഗാർഗിൾ ചെയ്യുന്നതാണ് കേൾക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഹീറോ രാവിലെ എഴുന്നേറ്റ് പതിവ് പോലെ അവന്റെ കടയിലേക്ക് പോകുന്നു. ആ സമയത്ത് നായികയുടെ അടുത്ത് നിന്ന് ഒരു മെസ്സേജ് വരുന്നുണ്ട്. വരുമ്പോൾ അച്ഛന് BP-ക്കുള്ള മരുന്ന് വാങ്ങിക്കൊണ്ട് വരണമെന്ന്. ആ BP-ക്കുള്ള മരുന്ന് വാങ്ങാൻ വേണ്ടി മെഡിക്കൽ ഷോപ്പിൽ പോകുമ്പോൾ കടക്കാരൻ പറയുന്നുണ്ട്, നീ എന്താണ് വാങ്ങാൻ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് പ്രൊട്ടക്ഷൻ പാക്കറ്റുകൾ ലൈനായി എടുത്തു വെക്കാൻ തുടങ്ങുകയാണ്. ഞാൻ ഇതൊന്നും വാങ്ങാനല്ല വന്നത്, BP-ക്കുള്ള മരുന്നതാ എന്ന് ചോദിച്ച് അവൻ അതും വാങ്ങി തിരികെ പോകുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോ വീട്ടിലേക്ക് പോവാണ്, അച്ഛന് മരുന്ന് നൽകുകയാണ്. അത് മാത്രമല്ല എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ 2 പേരും വളരെ സന്തോഷത്തിലാണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹീറോയ്ക്കും നായികയ്ക്കും ഇടയിൽ തീരെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഹീറോ ഒന്ന് വിചാരിക്കുമ്പോൾ നായിക വിചാരിക്കുന്നത് വേറൊന്നാണ്. 2 പേരുടെയും പ്രവൃത്തികൾ വളരെ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ വൈബ് സെറ്റ് ആവുന്നതേയില്ല. ഏതോ കല്യാണം കഴിപ്പിച്ചു വെച്ചു എന്ന മട്ടിലാണ് ഇവരുടെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത്.
ഇവൻ കടയിൽ പോയിരുന്നിട്ട് തന്റെ ഫ്രണ്ടിനോട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാണ്. ഈ പെണ്ണ് ഞാൻ ഉദ്ദേശിച്ചതുപോലുള്ള ആളല്ല, ഭയങ്കരമായി ഇംഗ്ലീഷ് സംസാരിക്കുന്നു, അതും വീഡിയോ കോളിൽ ആരോടൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫോറിനറെ പോലെ ഉണ്ട് കാണാൻ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട് ചിലപ്പോ അവളുടെ ഫ്രണ്ട് ആയിരിക്കും, നീ അതൊക്കെ എന്തിനാണ് വലുതാക്കുന്നത് എന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോൾ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഞാൻ പ്രതീക്ഷിച്ചതുപോലുള്ള പെണ്ണല്ല ഇത്, എന്റെ ജീവിതം തീർന്നു എന്ന് പറഞ്ഞ ഹീറോ സങ്കടപ്പെടുന്നു. അതിനുശേഷം പതുപോലെ ഹീറോ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നായിക അവനോട് പറയുന്നുണ്ട് നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം, ചേട്ടനും നാത്തൂനും വാർഷിക സമ്മാനമായി എന്തെങ്കിലും വാങ്ങി വരാം എന്ന് പറയുമ്പോൾ അതൊക്കെ നാളെ നോക്കാം, ഞാൻ വരുന്നില്ല എന്ന് ഹീറോ പറയാണ്. ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, എന്നോട് ദയവായി നിങ്ങളൊന്ന് സംസാരിക്കുക, ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്ന് വെച്ചിട്ടാണ് നീ എന്നെ ഇങ്ങനെ ഒഴിവാക്കുന്നത് എന്ന് അവള് ചോദിച്ചപ്പോൾ നീ എന്താണ് ചെയ്തതെന്ന് നിനക്ക് അറിയില്ലേ എന്ന് ഹീറോ ചോദിക്കുന്നു. നായിക പറയുന്നു അതെ, അന്ന് ആ ഫംഗ്ഷനിൽ എന്നെ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചു, അതുകൊണ്ട് ഹാങ് ഓവർ ആയിട്ടാണ് ഞാൻ അന്ന് അങ്ങനെ പെരുമാറിയത്, അത് എന്റെ തെറ്റ് തന്നെയാണ്, അതിനർത്ഥം ഞാൻ മോശപ്പെട്ടവളാണെന്നല്ല. അതിന് ഹീറോ പറയുന്നു നിർബന്ധിച്ചത് കൊണ്ടാണ് നീ മദ്യപിച്ചത് കൊണ്ടാണ് ഈ തെറ്റ് സംഭവിച്ചത്, ഞാൻ കുറച്ച് ഓപ്പൺ മൈൻഡഡ് ആണ്, ഞാനത് ഈസി ആയിട്ടാണ് എടുക്കുന്നത് എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ, അതുകൊണ്ടാണ് നിനക്കും എനിക്കും തമ്മിൽ സെറ്റ് ആവാത്തത് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അടുത്ത ദിവസം നോക്കുമ്പോൾ ഈ നാത്തൂന്റെ കൂടെ നമ്മുടെ നായക പുറത്തു പോയിട്ട് വരാന്ന് പറഞ്ഞ് പോവാണ്. അപ്പോൾ നമ്മുടെ ഹീറോ അവിടെ വന്ന വിദേശികൾക്ക് ഗൈഡായി നിൽക്കുന്നത് അവൾ കാണുന്നു. അപ്പോൾ അവൻ ഈ കടയിലാണ് ജോലി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി നായിക വളരെ ഞെട്ടലോടെ അവനെ നോക്കി കൊണ്ടുപോകുന്നു. പക്ഷെ അവളത് കാര്യമാക്കാതെ വിടുകയാണ്. ചേട്ടന്റെയും നാത്തൂന്റെയും ആനിവേഴ്സറി ഫംഗ്ഷൻ നടക്കുകയാണ്. ആ ഫംഗ്ഷനിൽ ഇവർ രണ്ടുപേരും പോയി പങ്കെടുക്കുന്നുണ്ട്. അവിടെയുള്ള എല്ലാവരും ഇവർ രണ്ടുപേരെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടനും നാത്തൂനും അതൊരു തരം അസൂയായി തോന്നുന്നുണ്ട്. സെലിബ്രേഷൻ നമുക്ക് വേണ്ടിയാണ്, പക്ഷെ എല്ലാവരും അവരെ രണ്ടുപേരെയാണല്ലോ ശ്രദ്ധിക്കുന്നത്. ഇവിടെയും ഹീറോ നായികയെ തീരെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് മനം നൊന്ന നായിക അവിടെ പോയി മദ്യപിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ മദ്യപിക്കുമ്പോൾ അവിടെ നിന്നൊരാൾ വന്നിട്ട് പറയുന്നുണ്ട് ശരിക്കും നിന്നെ കെണിയിൽ പെടുത്തിയിട്ടാണ് അവർ കല്യാണം കഴിപ്പിച്ചിരിക്കുന്നത്, നീ വിചാരിക്കുന്ന പോലെ നീ കല്യാണം കഴിച്ചവൻ അത്ര നല്ലവനൊന്നും അല്ല, ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക പറഞ്ഞ് സിനിമയുടെ തുടക്കത്തിൽ വുമണൈസർ എന്ന പേരിൽ ഹീറോ വൈറലായ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. ആ വീഡിയോ കണ്ടപ്പോൾ നായികയ്ക്ക് വല്ലാത്ത ഞെട്ടലാവുന്നു. ആ ദേഷ്യത്തിൽ DJ പ്ലേ ചെയ്തിട്ട് അവൾ കാട്ടുതീ പോലെ ഡാൻസ് ചെയ്യാൻ തുടങ്ങാണ്. ഇത് കണ്ട നാത്തു വന്ന് ചോദിക്കുന്നുണ്ട് എന്നാ മോളെ നീ മദ്യപിച്ചിട്ടുണ്ടോ, എന്തിനാ കുടിച്ച് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത്? അപ്പോൾ നായിക പറയുന്നുണ്ട് എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു, ഞാൻ കുടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ സണ്ണി എവിടെ, അവനോട് ഇവിടെ വരാൻ പറ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കാണ്. നായികയ്ക്ക് വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കണം, അങ്ങനെ ഇരിക്കാൻ പാടില്ല, ഇത് ചെയ്യണം, അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നിർദ്ദേശങ്ങൾ നിങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ വീടാണോ അതോ സയൻസ് ക്ലാസ്സോ? ഇതെല്ലാം സഹിച്ച് എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല, എനിക്ക് എങ്ങനെ ജീവിക്കണമെന്ന് തോന്നുന്നു അങ്ങനെ മാത്രമേ എനിക്ക് ജീവിക്കാൻ കഴിയൂ എന്നൊക്കെ ലഹരിയിൽ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായി ഹീറോയും ഹീറോയുടെ അച്ഛനും അവിടേക്ക് വരുന്നുണ്ട്. എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, കുറച്ച് ശാന്താവ്, മിണ്ടാതിരിക്കെ, നിങ്ങൾക്ക് തമ്മിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കിടയിൽ യാതൊന്നുമില്ല, അതാണ് പ്രശ്നം എന്ന് അവൾ പറയുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ സന്തോഷത്തിലൊന്നും അല്ല. അതൊക്കെ നിൽക്കട്ടെ, നിങ്ങളുടെ മകൻ വെൽ സെറ്റിൽഡ് ആണ്, സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങി നല്ല രീതിയിൽ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞല്ലേ കല്യാണം കഴിപ്പിച്ചുകൊണ്ട് വന്നത്. ആ സ്റ്റാർട്ടപ്പ് കമ്പനി എവിടെ പോയി, അത് എവിടെയാണ്? പോരാത്തതിന് ഇപ്പൊ ഒരുത്തൻ ഒരു വീഡിയോ കൊണ്ടുവന്ന് കാണിക്കുന്നു. ആ വീഡിയോയിൽ ഇവൻ വളരെ ക്യൂട്ടായിരുന്നു എന്ന് നായിക പറയാണ്. ഹീറോയെ പറ്റി നായിക സംസാരിച്ചു തുടങ്ങിയ ഉടനെ അവൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞതൊക്കെ സത്യമായിരുന്നോ? നീ കോൾ സെന്ററിൽ ജോലി ചെയ്യുന്ന ഒരു പെണ്ണല്ലേ, എന്നും നീ ഫോറിനേഴ്സുമായി സംസാരിക്കുന്നത് എനിക്കറിയില്ലെന്നാണോ നീ കരുതുന്നത് എന്നൊക്കെ അവൻ തിരിച്ചു ചോദിക്കാൻ തുടങ്ങുന്നു. അവിടെ വലിയൊരു പൊട്ടിത്തെറി നടക്കുന്നു. ഈ തർക്കത്തിൽ ഹീറോ നായികയുടെ മുഖത്തടിക്കുന്ന പോലെ സംസാരിക്കുന്നു. എന്റെ അമ്മയാണ് സത്യം, ഇനിമേൽ ഞാൻ നിന്റെ മുഖത്ത് നോക്കില്ല എന്ന് പറയുമ്പോൾ വളരെ നന്ദി എന്ന് അവൾ മറുപടി പറയുന്നു. ഇതുവരെ നീ എന്നെ വലിയ റാണിയെ പോലെ ട്രീറ്റ് ചെയ്തു എന്നാണല്ലോ നീ പറയുന്നത്, എൻഗേജ്മെന്റ് വരെ എത്തിയിട്ട് പോലും എന്റെ കല്യാണം മുടങ്ങി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൈകൂപ്പി തൊഴുതിട്ട് അവൾ ആ സ്ഥലത്തു നിന്നും പോവാണ്. നമ്മുടെ ഹീറോയോട് ഗുസ്തിയിൽ തോറ്റവരുണ്ടായിരുന്നല്ലോ, അവന്മാരാണ് ഹീറോയുടെ ആ വീഡിയോ നായികയെ കാണിച്ചു കൊടുത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കിയത്. അവന്മാരൊക്കെ വലിയ സന്തോഷത്തിലാണ്. എന്നാൽ ഹീറോയുടെ അച്ഛൻ പോയിട്ട് എന്റെ മകൻ ഇതങ്ങനെ വെറുതെ വിടില്ല, അവനെല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് വരുന്നു. വന്നു നോക്കുമ്പോൾ ഹീറോയും ഹീറോയുടെ ഫ്രണ്ടും മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനെ കണ്ട ഉടനെ കുപ്പി ഒളിപ്പിച്ചു വെക്കാൻ നോക്കുന്നുണ്ട്. അച്ഛൻ ആ കുപ്പി കണ്ടുപിടിച്ച് അതിൽ നിന്ന് കുടിക്കുന്നുണ്ട്. കുടിച്ചിട്ട് തന്റെ മകനോടും അവന്റെ ഫ്രണ്ടിനോടും പറയുന്നുണ്ട് ഹീറോ കാരണം ഒരുപാട് അപമാനങ്ങൾ അച്ഛൻ വന്നിട്ടുണ്ട്, ആ അപമാനങ്ങളൊക്കെ സഹിച്ചാണ് ഉള്ളി ജീവിച്ചത്. എന്നാൽ കല്യാണം കഴിഞ്ഞ പെണ്ണ് നിന്നെ വിട്ടുപോയി എന്ന് എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വളരെ സങ്കടമുണ്ട്, അതിനാൽ നീ ഒരു ആൺകുട്ടിയാണെന്ന് തെളിയിക്കണം എന്ന് പറയുമ്പോൾ എന്താ ചീ പറയുന്നത് എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. എടാ ഞാൻ അങ്ങനെയല്ല പറയാൻ വന്നത്, ആ പെണ്ണിനെ തിരികെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു വന്നില്ലെങ്കിൽ ഞാൻ ചത്തുപോകും, പിന്നെ നിനക്ക് നിന്റെ അച്ഛനെ കാണാൻ പറ്റില്ല, മരിച്ചുപോയ അച്ഛനെ മാത്രമേ കാണാൻ കഴിയൂ എന്ന് അച്ഛൻ പറയുന്നു. എന്നാലും നമ്മുടെ ഹീറോ അവന്റെ ഈഗോ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പുറത്ത് നമ്മുടെ നായിക അവളുടെ അമ്മയോട് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ റിലേഷൻഷിപ്പ് നിലനിർത്താനും പ്രശ്നങ്ങളൊന്നുമില്ലാതെ പിരിഞ്ഞു പോവാതിരിക്കാനും എന്റേതായ എല്ലാ ശ്രമങ്ങളും നടത്തി, എന്നാൽ അതൊക്കെ കൈവിട്ടുപോയി, ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അവൾ പറയുന്നു. ഇപ്പോൾ അച്ഛൻ പറഞ്ഞത് കേട്ടിട്ട് ഹീറോയും ഹീറോയുടെ ഫ്രണ്ടും നായികയുടെ വീട്ടിലേക്ക് വരുന്നു. വന്നു നോക്കുമ്പോൾ വീട്ടിൽ ഒരു പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം സമാധാനമായി പോകണം, യാതൊരു പ്രശ്നങ്ങളും വരരുത് എന്നതിനായി ഒരു പൂജ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നായികയുടെ അമ്മ ഡിവോഴ്സ് പേപ്പർ എടുത്തുകൊണ്ട് വന്ന് വെക്കുകയാണ്.
ഇതിൽ ഒപ്പിട്ട് കൊടുക്ക്, അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവളുടെ ജീവിതം ജീവിച്ചു പോട്ടെ എന്ന് പറയുമ്പോൾ ഹീറോ ഞെട്ടലോടെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും നായിക റെഡിയായി വന്നിട്ട് അമ്മേ ഞാൻ പാർട്ടിക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാണ്. ഹീറോ പുറത്തു വന്ന് നോക്കുന്നുണ്ട്. നായിക വേറെ ഏതോ ഒരാളുടെ കാറിൽ കയറി അവിടെ നിന്നും പോകുന്നത് അവൻ കാണുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ഹീറോയ്ക്ക് വല്ലാതെ വേദന എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹീറോ തന്റെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്താണ് തീരുമാനിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവളെ ഇംപ്രസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു എന്ന് അവൻ പറയുന്നു. അവനിൽ നിന്ന് ഇങ്ങനൊരു മറുപടി അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് ഹീറോ പറയുന്നുണ്ട്, ഞാൻ അവളുടെ ഭർത്താവാണ്, ഞാനാണ് അവൾക്ക് ഡിവോഴ്സ് കൊടുക്കേണ്ടിയിരുന്നത്, അവളാണോ എനിക്ക് ഡിവോഴ്സ് തരുന്നത്? അവൾ എന്റെ ഈഗോയാണ് തൊട്ടിരിക്കുന്നത്, ഞാൻ അവളെ ഇംപ്രസ് ചെയ്ത് എന്റെ ഭാര്യയായി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞിട്ട് നായിക പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം പോയി അവൻ അവളെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും വർക്കാവുന്നില്ല. ഒരു ദിവസം നായിക ഒരു പാർട്ടിക്ക് പോയപ്പോൾ അവിടെ വെച്ച് ദേവ് എന്നൊരു പയ്യൻ എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് പാർട്ടിയിൽ വെച്ച് തന്നെ അവളോട് മോശമായി പെരുമാറാൻ ശ്രമിക്കുന്നു. നായികയ്ക്ക് അത് വല്ലാതെ അൺകംഫർട്ടബിൾ ആവുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോ ഒരു കുപ്പി എടുത്ത് വന്ന് അവന്റെ തലയ്ക്ക് അടിച്ച് പൊട്ടിച്ചിട്ട് അവൾ എന്റെ ഭാര്യയാണടാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. രാത്രി ഹീറോയുടെ അച്ഛന്റെ കോള് വരുന്നുണ്ട്. ഇവിടെ നിന്നും നീ ഡൽഹിക്ക് പോയത് പിന്നെ നിന്റെ ഒരു കോള് പോലും വന്നില്ലല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശരി അത് വിട്, നീ തിരിച്ചു പോരെ, നിന്നെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അച്ഛൻ പറയുന്നു. ആ സമയത്ത് ഹീറോയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, IAS എക്സാം എഴുതി പാസ്സാകാൻ ഇതെന്റെ അവസാനത്തെ അറ്റംപ്റ്റ് ആണ്, ഇതിലും ഞാൻ പരാജയപ്പെട്ടാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അവൻ സങ്കടപ്പെടുന്നു. ഇത് കേട്ട് നമ്മുടെ ഹീറോ അവനോട് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നീ സ്നേഹിക്കുന്ന പെണ്ണ് നീ IAS ക്ലിയർ ചെയ്താൽ മാത്രമേ നിന്നെ കല്യാണം കഴിക്കൂ എന്ന നിബന്ധന വെച്ചിരിക്കുകയാണ്. എന്നാൽ നീയും നിന്നാലാകുന്ന ശ്രമങ്ങളൊക്കെ നടത്തി നോക്കി, നിനക്കത് കഴിഞ്ഞില്ല. പക്ഷെ ഇങ്ങനെ വാശി പിടിച്ചിരിക്കുന്നതുകൊണ്ട് നീ നിന്റെ ജീവിതമാണ് നഷ്ടപ്പെടുത്താൻ പോകുന്നത്. അതൊക്കെ വിട്ടിട്ട് നിന്റെ ലൈഫിൽ ഫോക്കസ് ചെയ്ത് മുന്നേറാനുള്ള വഴി നോക്ക് എന്ന് പറഞ്ഞ് ഹീറോ അവനെ ഉപദേശിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നായിക വരികയാണ്. എന്നെയും വീട്ടിൽ നിന്നും പറഞ്ഞു വിട്ടു, എന്നോട് കൂട്ടുചേർന്ന് നടന്ന ദേവിനെ നീ തല്ലി, നിനക്ക് എന്താ വേണ്ടത്, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഞാനൊരു പ്രത്യേക സാഹചര്യത്തിലാണ് വളർന്നത്, ഞാൻ വളർന്നത് ഒരു ട്രഡീഷണൽ ഫാമിലിയിലാണ്, എന്നാൽ ചുറ്റുമുള്ള സർക്കിൾ കുറച്ച് മോശമാണ്. ഞാനിവിടെ വന്നതിന്റെ ലക്ഷ്യം തന്നെ വളരെ ബഹുമാനത്തോടെ നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം എന്നതുകൊണ്ടാണ് എന്ന് ഹീറോ പറയാണ്. വന്നത് മുതൽ നിന്റെ ജീവിത രീതി, നീ വളർന്ന സാഹചര്യം, നിന്റെ വീട് എന്നൊക്കെ നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ എന്നെ പറ്റി എന്തുകൊണ്ട് നീ ഒന്നും സംസാരിക്കുന്നില്ല? എന്റെ ജീവിതം വ്യത്യസ്തമായിരുന്നിരിക്കില്ലേ എന്ന് നായിക ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, ശരി ഓക്കെ, ഇതെല്ലാം ശരിയാക്കാൻ എനിക്കൊരു അവസരം താ, ഞാൻ എല്ലാം ശരിയാക്കാം, ഹോളി വരെ എനിക്ക് സമയം താ എന്ന് ഹീറോ പറയുന്നു. ശരി ഓക്കെ, ഹോളിക്ക് ശേഷവും ഇതൊന്നും ശരിയായില്ലെങ്കിൽ ദയവായി നീ ആ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരണം, ഓക്കെ ആണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഹീറോയും അത് സമ്മതിക്കുന്നു. അതിനുശേഷം ഹീറോയുടെ കൂടെ നായിക ഇറങ്ങി വരുന്നു. എന്നാൽ വരുന്ന വഴിക്ക് ബസ് കേടാവുന്നുണ്ട്. അതിനുശേഷം ഇവരൊരു ഹോട്ടലിൽ പോയി താമസിക്കാന്ന് കരുതി ചെന്നാൽ അവിടെ റൂമും കിട്ടുന്നില്ല. എനിക്കെന്തോ ഇതൊന്നും യാദൃശികമായി നടക്കുന്നതാണെന്ന് തോന്നുന്നില്ല, നീ എന്തോ പ്ലാൻ ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് നായിക ഹീറോയോട് വഴക്കിടാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ ഞാൻ യാതൊരു പ്ലാനും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ അവളെ ഒരു അങ്കിളിന്റെയും ആന്റിയുടെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ രണ്ടുപേരും താമസിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ നായികയെ കുറിച്ച് യാതൊരു കുറ്റവും പറയാതെ ഹീറോ അവളെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്, അവളെ എൻകറേജ് ചെയ്യുന്നുണ്ട്. നായികയുടെ കൂടെയുള്ള സമയങ്ങളിലൊക്കെ അവൾ വളരെ പോസിറ്റീവായി തോന്നുന്ന രീതിയിൽ അവൻ പെരുമാറുന്നുമുണ്ട്. അവർ അമ്പലത്തിൽ പോകുന്നുണ്ട്, പുറത്ത് കറങ്ങാൻ പോകുന്നുണ്ട്, രണ്ടുപേർക്കിടയിൽ കുറച്ചായി വൈബ് സെറ്റ് ആവുന്ന പോലെയും തോന്നുന്നുണ്ട്. ഹോളി ആഘോഷവും ഇവർ രണ്ടുപേരും വളരെ നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോയ്ക്ക് നൽകിയ സമയവും അവസാനിച്ചു കഴിഞ്ഞു. ഹീറോ പറഞ്ഞതുപോലെ തന്നെ നായികയെ കൊണ്ടുപോയി വിടാമെന്ന് അവൻ തീരുമാനിച്ചുറപ്പിക്കുന്നു. ഒടുവിൽ നായികയെ കൊണ്ടുപോയി ട്രെയിൻ കയറ്റി വിടാമെന്ന് കരുതിയപ്പോൾ നായികയ്ക്കായാലും ശരി ഹീറോയ്ക്കായാലും ശരി അത് വല്ലാത്ത സങ്കടമുള്ള കാര്യമായി മാറുന്നു. നായികയ്ക്കും ഹീറോയുടെ കൂടെ സമയം ചെലവഴിച്ച കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഹീറോയെ വിട്ടുപിരിഞ്ഞു പോവാൻ അവൾക്ക് തീരെ ബുദ്ധിമുട്ടാണ്. പോകുന്ന സമയത്ത് നായികയോട് ഹീറോ ഒരു കാര്യം പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവൻ ഒരു ബോയ്സ് സ്കൂളിലാണ് അത്രേ പഠിച്ചത്. ഇവന് പെൺകുട്ടികളുമായി അധികം ഇടപഴകി യാതൊരു ശീലവുമില്ലായിരുന്നു. അവനൊരു അമ്മക്കുട്ടിയായിട്ടായിരുന്നു വളർന്നത്. ചെറുപ്പത്തിൽ അമ്മയുടെ കൂടെ ചേർന്ന് ഇവനും ഉപവാസമൊക്കെ എടുക്കുമായിരുന്നു. അമ്മ മരിച്ചതിന് ശേഷം ഉപവസിക്കുക എന്നൊരു കാര്യം ചെയ്യാതെ തന്നെ അവൻ വിട്ടുപോയി. അതുകൊണ്ടാണ് അച്ഛൻ അത്രമാത്രം നിർബന്ധിച്ചിട്ടും അവൻ അത് ചെയ്യാതിരുന്നത്. എന്നാൽ യഥാർത്ഥ സത്യം എന്താണെന്ന് വെച്ചാൽ ഇവൻ 16 തിങ്കളാഴ്ച വ്രതം നോറ്റിട്ടുണ്ടായിരുന്നു, ഈ നായികയെ തന്നെ തനിക്ക് കിട്ടണം എന്നതിന് വേണ്ടിയിട്ട്. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ട്രെയിൻ എടുക്കുന്നുണ്ട്. നീ ട്രെയിനിൽ കയറ് എന്ന് പറഞ്ഞ് അവൻ നായികയെ കയറ്റിവിടുന്നു. ട്രെയിൻ പതുക്കെ നീങ്ങാൻ തുടങ്ങുന്നുണ്ട്. പരസ്പരം രണ്ടുപേരും നോക്കിക്കൊണ്ട് അവർക്ക് മിസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അതിനുശേഷം മനസ്സ് വരാതെ നമ്മുടെ ഹീറോ ഓടിച്ചെന്ന് ആ ട്രെയിനിൽ കയറുന്നു. നമ്മുടെ നായികയും ഹീറോയുടെ ഫോട്ടോ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് നായികയുടെ മുന്നിൽ ഹീറോ വന്ന് നിൽക്കാണ്. നായിക എഴുന്നേറ്റ് വന്ന് ഹീറോയെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന് പറയുന്നു. ആദ്യമായി ഇവർ രണ്ടുപേരും പരസ്പരം സ്നേഹം കൈമാറുന്നു. അവിടെ വെച്ച് തന്നെ ബാൻഡ് വായിക്കുന്നവരൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്. അവർ എഴുന്നേറ്റ് വന്ന് ബാൻഡ് വായിക്കാൻ തുടങ്ങുന്നുണ്ട്. വളരെ ഹാപ്പി എൻഡിങ് ആയി ഈ സിനിമ അവസാനിക്കുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോ ഒരു റെസ്ലർ ആണെന്നും അവൻ അത് മാത്രമേ വരൂ എന്നും മനസ്സിലാക്കിയ നായിക ഹീറോയ്ക്ക് എന്താണോ അറിയാവുന്നത് അതിൽ അവനെ മോട്ടിവേറ്റ് ചെയ്യാമെന്ന് കരുതി അവനെ മാച്ചുകൾക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഹീറോയുടെ മേലുണ്ടായിരുന്ന ആ നെഗറ്റിവിറ്റിയും ആ ഫേക്ക് ന്യൂസുകളും ഒക്കെ തുടച്ചു മാറ്റി
വീണ്ടും ഹീറോയുടെ ജീവിതം അവർ ഫ്രഷ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതോടെ വളരെ ഹാപ്പിയായി ഈ സിനിമ അവസാനിക്കുകയാണ്. സോ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.